കുട്ടിയുടെ ബന്ധു കുഞ്ഞിൻ്റെ കൊച്ചച്ഛനാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിനൊപ്പം ചേരുന്നത്. കേൾക്കാമെങ്കിൽ ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു കുഞ്ഞിനെ കാണാതായിട്ട്. എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്? എന്താണ് താങ്കൾക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? ഒന്നും കിട്ടിയിട്ടില്ല. തിരുവാങ്കുളം ജംഗ്ഷനിൽ നിന്ന് ചേച്ചി കുട്ടിയെ കൊണ്ട് പോകുന്നതിന്റെ ഒരു വിശ്വസ് മാത്രമാണ് കിട്ടിയിട്ടുള്ളൂ. പോലീസ് എന്തെങ്കിലും ചോദിച്ചറിഞ്ഞിരുന്ന വിവരങ്ങൾ? സ്റ്റേഷനിലാണുള്ളത്. ഇപ്പോൾ സ്റ്റേഷനിലാണല്ലേ? കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ചെറിയ മാനസിക വെല്ലുവിളി മുൻപ് നേരിട്ടിരുന്നുവെന്നും കൗൺസിലിംഗ് അടക്കം നേടിയെന്നുമൊക്കെ വാർഡ് മെമ്പർ ഞങ്ങളോട് പറയുകയുണ്ടായി. അപ്പോൾ അമ്മയോടൊപ്പം തനിച്ചാണല്ലേ കുഞ്ഞ് പോയത്? അംഗൻവാടിയിൽ കൊണ്ടുവരുന്നതും എല്ലാം ചേച്ചി തന്നെയാണ്. ഇതിനു മുൻപ് കുഞ്ഞുമായിട്ട് തനിച്ച് പുറത്തേക്ക് പോകാറുണ്ടല്ലേ? പോകാറുണ്ട്, പക്ഷെ ദൂരം ഒന്നും പറഞ്ഞ ഒരു പ്രാവശ്യം വീട്ടിൽ പറയാതെ പോയി. കാണാതായ സമയത്ത് ഈ കുഞ്ഞ് ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം അങ്ങനെ എന്തെങ്കിലും താങ്കൾക്ക് അറിയാമോ? ഒരു പിങ്ക് ബനിയനും നീല ജീൻസും. അതെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിങ്ക് ബനിയനും നീല ജീൻസും. താങ്കളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോലീസ് എല്ലാ ബന്ധുക്കളെ അടക്കം വിവരങ്ങൾ ചോദിച്ചറിയുകയാണല്ലേ? സാർമാരെല്ലാവരും കൂടി ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിരിക്കണം, ആലുവ കുറുമശ്ശേരി. കുഞ്ഞിന്റെ അച്ഛനും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണല്ലേ? ചേച്ചിയുടെ വീട്ടിൽ ആലുവ കുറുമശ്ശേരിയില്ല. യെസ്. കുഞ്ഞിനെ കാണാതായ സമയത്ത് പിങ്ക് ടീഷർട്ടും നീല ജീൻസുമാണ് ധരിച്ചിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സഹോദരനാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി, ഇതിനു മുൻപ് കുഞ്ഞിനെ ഈ അമ്മയോടൊപ്പം തനിച്ച് മക്കളെ വിട്ടപ്പോഴൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചേച്ചി ഒരു പ്രാവശ്യം പറയാതെ പിള്ളേരുമായിട്ട് പോയായിരുന്നു. പറയാതെ പോയിട്ടുണ്ട്, വീട്ടുകാരോട് പറയാതെ പോയിട്ടുണ്ടല്ലേ? നമുക്കറിയാം ചേച്ചിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം. അതാണ്. വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ തയ്യാറായതിന്. കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സഹോദരനാണ് നമ്മളോട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ ആലുവ MLA അൻവർ സാദത്ത് കൂടി ചേരുന്നുണ്ട്. സർ, കുഞ്ഞിനെ കാണാതായിട്ട് ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ പോലീസ് ലഭിക്കുന്നുണ്ട്? പിങ്ക് ടീഷർട്ടും നീല ജീൻസും ധരിച്ചു എന്നൊരു പ്രധാനപ്പെട്ട വിവരം കുട്ടിയുടെ ബന്ധു ഈ ഘട്ടത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ ഈ സംഭവം അറിഞ്ഞപ്പോൾ ഞാൻ കുറച്ചു നേരത്തെ സംഭവം പറഞ്ഞു. ഞാൻ ആലുവ DYSPനെയും ചെങ്ങമനാട് ഇപ്പൊ ഈ കുട്ടിയുടെ മാതാവുള്ള സ്ഥലത്തെ സ്റ്റേഷൻ വരുന്ന ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനാണ്. അവരെ ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ DYSPയും പറഞ്ഞു അവർ അന്വേഷണത്തിലാണ്. പിന്നെ ചെങ്ങമനാട് CI ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ മാതാവ് പരസ്പര വിരുദ്ധമായിട്ടാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അവരാ പറഞ്ഞ ഇതനുസരിച്ച് അന്വേഷണം നടത്തുമ്പോൾ പിന്നെ അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണമെന്നാണ് പോലീസ് പറഞ്ഞത്. അപ്പോൾ അവരൊന്നുണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അത് ഒരുപക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നില്ല. അപ്പൊ അത് പോലീസ് ആ പറഞ്ഞനുസരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. പിന്നെ ഇവര് പരസ്പര വിരുദ്ധമായ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ ഇവര് പറഞ്ഞ കാര്യം തന്നെ അത് പറഞ്ഞത് ശരിയാണോ എന്നുള്ളത് ഒന്ന് വ്യക്തത വരുത്താൻ വേണ്ടി അവരോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെന്നാണ് പോലീസ് പറഞ്ഞത്. പോലീസ് തന്നെ അന്വേഷണങ്ങൾ ഊർജിതമായി ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. MLA, ഈ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് മുൻപ് ചെറിയ തരത്തിലുള്ള മാനസിക വെല്ലുവിളികൾ നേരിട്ടിരുന്നുകയും അവർ കൗൺസിലിംഗ് അടക്കം തേടുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഘട്ടത്തിൽ വളരെ ഗൗരവതരമാണ് ഈ കുഞ്ഞിനെ അമ്മയോടൊപ്പം തനിച്ച് വീട്ടിൽ നിന്ന് പുറത്തു പോകുക എന്നത്. ശരിയാ, തീർച്ചയായിട്ടും. അവരിപ്പോ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ ഒരു കുട്ടിയെ അംഗൻവാടിയിൽ നിന്ന് കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ അമ്മയുടെ കൂടെയാണ് പോയത്. അപ്പൊ ഇതിന് മുമ്പ് ഇങ്ങനെ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് ഇതുപോലെ പോലീസ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോ കുട്ടിയുടെ അമ്മ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു. ആ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുകയാണ് എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്കിപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ. വളരെ നന്ദി. MLA ആലുവ MLA അൻവർ സാദത്താണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചത്. കൊച്ചി തൃപ്പൂണിത്തുറയിൽ കാണാതായ 3 വയസ്സുകാരി കാണാതായ സമയത്ത് ധരിച്ചിരുന്നത് പിങ്ക് ടീഷർട്ടും നീല ജീൻസുമാണ്. കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരനാണ് ഈ നിർണായക വിവരം ന്യൂസ് മലയാളവുമായി പങ്കുവച്ചത്. ഇന്ന് വൈകുന്നേരം 4:30 കൂടിയായിരുന്നു ഈ ഒരു സംഭവം. ഇപ്പോൾ കുഞ്ഞിനെ കാണാതായിട്ട് മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞു. പോലീസിൻ്റെ അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ അമ്മയെയും മറ്റു ബന്ധുക്കളെയും ഒക്കെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അവരോട് വിവരങ്ങൾ ചോദിച്ചറിയുകയാണ്.